നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസിനെ അനുസ്മരിച്ച സമദാനി. പ്രേം നസീറിന്റെ മകൻ എന്ന നിലയിലും അല്ലാതെയും ഒക്കെ തന്നെ മലയാളികൾക്ക് അദ്ദേഹം സുപരിചിതനാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മൃതശരീരം ഖബറടക്കം ചെയ്തിരുന്നു. പ്രേം നസീറിന്റെ ചില സ്വഭാവ വിശേഷങ്ങൾ, സവിശേഷതകൾ ഷാനവാസിലും പ്രതിഫലിച്ചിരുന്നുവെന്നും വിനയമായ രീതിയിൽ പെരുമാറുകയും പുഞ്ചിരിച്ചു കൊണ്ടുള്ള സംസാരങ്ങളിലൂടെയും ഷാനവാസ് ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്നുവെന്നുമാണ് സമദാനി പറയുന്നത്. ആരോഗ്യം മോശമായ അവസ്ഥയിലും അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോഴും കസേരയിലിരുന്ന് ദീർഘമായി സംസാരിക്കാൻ പ്രായമോ മടിയോ കാണിച്ചിരുന്നില്ല എന്നും രോഗകാലത്തുടനീളം ഭാര്യയും കുട്ടികളും കൂടെ തന്നെ നിന്ന് സ്നേഹപൂർവ്വം തന്നെ ശുശ്രൂഷിച്ചിരുന്നുവെന്നും സമാധി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെ വെളിപ്പെടുത്തി. മലയാളികളുടെ പ്രേം നസീർ സ്മൃതിയിലെ മറ്റൊരു അധ്യായമാണ് മകൻ ഷാനവാസിന്റെ നിര്യാണത്തോടെ അവസാനിച്ചിരിക്കുന്നത്. കേരളീയ സമൂഹത്തിന്റെ മനം കവർന്ന വലിയൊരു മനുഷ്യന്റെ പുത്രൻ എന്ന നിലയിലും ഇടക്കാലത്ത് കലാരംഗത്തെ സാന്നിധ്യത്തിന്റെ പേരിലും ഷാനവാസ് സമൂഹത്തിന്റെ ശ്രദ്ധയ്ക്കും സ്നേഹത്തിനും പാത്രമായി തീർന്നിരുന്നു. എന്നാൽ സിനിമാ നടൻ എന്ന പരിവേഷത്തെക്കാൾ പ്രേം നസീറിന്റെ മകൻ എന്ന നിലയിലായിരുന്നു ഷാനവാസ് കൂടുതൽ അറിയപ്പെട്ടതും ശ്രദ്ധിക്കപ്പെട്ടതും. പ്രേം നസീർ എന്ന മനുഷ്യൻ ജനങ്ങൾക്ക് ബഹുമാന്യനും പ്രിയങ്കരനുമായി തീർന്നത് മലയാളത്തിലെ എക്കാലത്തെയും ചലച്ചിത്ര താരങ്ങളിൽ ഉന്നത ശീർഷകൻ എന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ ഈ സമുന്നതമായ സ്വഭാവ മഹിമ കൊണ്ടും ഹൃദയാലിത്യം കൊണ്ടുമുള്ള ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ കൊണ്ടുമായിരുന്നു. ആ പിതാവിന്റെ ചില സ്വഭാവ സവിശേഷതകൾ ഷാനവാസിലും പ്രതിഫലിക്കുകയുണ്ടായി. വിനയാനുകമ്പയായ പെരുമാറ്റം, പുഞ്ചിരി തൂയിക്കൊണ്ടുള്ള സംസാരം, അങ്ങനെ പലതും. മക്കൾക്ക് പൂർണ്ണമായും തങ്ങളുടെ വലിയ പിതാക്കളെ പോലെയാകാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ തന്റെ പിതാവിന്റെ വ്യക്തിത്വത്തിന്റെ ചില വശങ്ങൾ സ്വാഭാവികമായും ഷാനവാസിൽ നിഴലിച്ചു കണ്ടു. ഷാനവാസിന്റെ കുടുംബത്തിനൊപ്പം ഈ സമാധിയുള്ള ചിത്രവും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഷാനവാസിനെ ആദ്യമായി കണ്ടത് ഒരിക്കൽ അബുദാബിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പം ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ വന്നപ്പോഴായിരുന്നു. പിന്നീട് പലപ്പോഴും ഞങ്ങൾ കണ്ടുമുട്ടി. രോഗാവസ്ഥയിലായിരിക്കെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ കാണാനും അവസരമുണ്ടായി. എപ്പോൾ പരസ്പരം കണ്ടാലും അധികവും സംസാരിക്കാറുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പിതാവുമായുള്ള എന്റെ ബന്ധത്തെയും ഞങ്ങളുടെ കൂടിക്കാഴ്ചകളെയും സംബന്ധിച്ചായിരുന്നു. ചിറയൻകീഴിലെ പ്രേം നസീറിന്റെ വസതിയിൽ സഹോദരി ഭർത്താവായ തലേക്കുന്നിൽ ബഷീറിനോടൊപ്പം പോയത് എനിക്ക് സുപ്രധാനമായൊരു ഓർമ്മയാണ്. അടുത്ത കാലത്ത് ആ വീടിനെ സംബന്ധിച്ച് ഒരു കാര്യവുമില്ലാതെ സോഷ്യൽ മീഡിയയിലെ ചിലർ ഉന്നയിക്കാൻ ശ്രമിച്ചതും ഫലിക്കാതെ പോയതുമായ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ ഒരിക്കൽ സംസാരിച്ചു. പ്രേം നസീർ എന്നെപ്പോലെ അദ്ദേഹത്തിന്റെ മക്കളെയും മാന്യമായ ജീവിതമാണ് നയിപ്പിച്ചതും. വിവാദങ്ങളിൽ നിന്നെല്ലാം അവർ അകന്നു നിന്നു. പ്രേം നസീറിന്റെ മകൾ റീത്തയുമായും പൗത്രി ജാസ്മിനുമായും എല്ലാം സംസാരിക്കുമ്പോൾ ഷാനവാസിനോടുള്ള കുടുംബങ്ങളുടെ സ്നേഹമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഗം കാരണമുള്ള അവശതയിലായിരുന്നപ്പോഴും ഷാനവാസിന്റെ മനസ്സ് സജീവമായും ഉണർന്നും സജീവതയിലും നിലനിർത്തുകയായിരുന്നു. രോഗത്തിനിടയിൽ കാണാൻ ചെന്നപ്പോഴും കസേരയിലിരുന്ന് ദീർഘമായി സംസാരിക്കാൻ അദ്ദേഹം പ്രായമോ തടസ്സമോ മടിയോ കാണിച്ചില്ല. രോഗകാലത്തുടനീളം ഭാര്യയും കുട്ടികളും കൂടെ തന്നെ നിന്ന് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു. ഷാനവാസിന്റെ കുടുംബത്തോടൊപ്പം ചിലവഴിച്ച മുഹൂർത്തത്തെക്കുറിച്ച് പറയുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ കാണുമ്പോഴൊക്കെ അത്ഭുതത്തോടെയും കൗതുകത്തോടെയും ഈ അനുസ്മരിക്കുകയായിരുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ഒരിക്കൽ മലയാളി സുഹൃത്തുക്കളുടെ ക്ഷണം സ്വീകരിച്ച് പ്രഭാഷണം നിർവഹിക്കാൻ മലേഷ്യയിൽ പോയി. കോലാലംപൂരിലെ ഹോട്ടലിൽ ഒരു രാത്രി പ്രേം നസീറിന്റെ സ്വപ്നത്തിൽ കണ്ടു. ആലപ്പുഴയിലെ ഒരു വീട്ടിൽ അദ്ദേഹത്തിനോടൊപ്പം ഏകദേശം ഒരു പകൽ മുഴുവൻ ചെലവഴിച്ചതിന്റെ രംഗങ്ങളാണ് സ്വപ്നത്തിൽ കണ്ടത്. കാലത്ത് പ്രാർത്ഥനയും മറ്റും കഴിഞ്ഞിരിക്കുമ്പോഴുണ്ട് ഒരാൾ വാതിലിൽ മുട്ടുന്നു. തുറന്നു നോക്കിയപ്പോഴുണ്ട് ഒരു ചെറുപ്പക്കാരൻ പുഞ്ചിരിച്ച് നിൽക്കുന്നു. ആരാണ്, എന്താണ് എന്ന് ചോദിക്കുമ്പോഴേക്കും ആഗതൻ പറഞ്ഞു തുടങ്ങി, എന്നെ ഉമ്മ പറഞ്ഞയച്ചതാണ് നിങ്ങളെ കാണാൻ. ഞങ്ങളുടെ വീട്ടിൽ വന്ന് അവിടെ ഞങ്ങൾ ഒരുക്കുന്ന സദസ്സിൽ സമദാനി സാഹിബ് പ്രസംഗിക്കുമോ എന്ന് ഉമ്മ ചോദിക്കുന്നു. അതിശയിച്ചു നിന്ന് ഞാൻ ചോദിച്ചു, വീട്ടിലല്ലല്ലോ ആരും പ്രസംഗിക്കാറാ, നിങ്ങളുടെ ഉമ്മ ആരാണ്, നിങ്ങൾ ആരാണ്? ആഗതനായ യുവാവ് പറഞ്ഞു, എന്റെ ഉമ്മ പ്രേം നസീറിന്റെ പെങ്ങളാണ്. ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താണ്. നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കാനാണ് ഉമ്മ എന്നെ പറഞ്ഞയച്ചത്. ഞാൻ ആകെ സ്തംഭിച്ചു പോയി. രാത്രി കണ്ട കിനാവിന്റെ പൊരുൾ അറിയാതെ ശങ്കിച്ചു നിന്ന എനിക്ക് അതിന്റെ അർത്ഥവും സന്ദേശവും പെട്ടെന്ന് മനസ്സിലായി. വൈകുന്നേരം തിരിച്ചു വന്ന ചെറുപ്പക്കാരൻ എന്നെ ആ വീട്ടിൽ കൊണ്ടുപോയി. പ്രേം നസീറിന്റെ മൂത്ത സഹോദരിയാണ് അവർ. ആങ്ങളയുടെ അതേ മുഖവും അതേ ഈ രീതിയും സ്വഭാവവും എല്ലാം. അവരുടെ മുറ്റത്ത് വട്ടത്തിലിരുന്ന് അവിടെ കൂടിയവരോട് അല്പം സംസാരിക്കുകയും ചെയ്തു. പ്രേം നസീറിന്റെ പെങ്ങളുടെ സൽക്കാരത്തെക്കാൾ അവരുടെ സ്നേഹവും ആതിഥേയവുമാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും
എപ്പോഴും നിലനിൽക്കുന്നത്. തന്റെ ഈ പെങ്ങളുടെ മകളെ തന്നെയാണ് പ്രേം നസീർ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതും. അതിനാൽ ഷാനവാസിനെ കാണാൻ പോകുമ്പോഴെല്ലാം എന്റെ സ്വപ്നവും പിറകെ പുലർന്ന യാഥാർത്ഥ്യവും അതിലെ കഥാപാത്രമായ ചെറുപ്പക്കാരനും ഞങ്ങളുടെ തമാശ നിറഞ്ഞ സംഭാഷണങ്ങൾക്ക് വിഷയമായി തീർന്നിരുന്നു. പ്രേം നസീറിന്റെയോ ഷാനവാസിന്റെയോ ചലച്ചിത്ര മണ്ഡലങ്ങളല്ല എന്നെ എപ്പോഴും ആകർഷിച്ചത്. സിനിമ എനിക്ക് താല്പര്യമുള്ള മേഖലയോ എനിക്ക് ബന്ധപ്പെട്ടതോ അല്ല. എന്റെ മനസ്സിൽ എപ്പോഴും പ്രേം നസീർ ആപാദചൂഡം ബഹുമാന്യമായ വലിയൊരു മനുഷ്യനാണ്. ഒട്ടേറെ സൽഗുണങ്ങൾ നിറഞ്ഞ വ്യക്തിത്വമാണ്. തലക്കുഞ്ഞിൽ ബഷീർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരിക്കൽ പ്രേം നസീർ സ്മരണയിൽ എഴുതിയ ലേഖനത്തിന്റെ ശീർഷകത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ജെന്റിൽമാൻ എന്നാണ്. അദ്ദേഹത്തിന്റെ മകനും മാന്യനായിരുന്നു. മക്കളെ സിനിമയുമായി ബന്ധപ്പെടുത്തുന്നതിൽ ഒട്ടും താല്പര്യമില്ലാത്ത പിതാവായിരുന്നു പ്രേം നസീർ. ഷാനവാസിനെ ഇഷ്ടം കൊണ്ടും നിർബന്ധം കൊണ്ടുമാണ് അദ്ദേഹം സിനിമയിലെത്തുന്നത്. സിനിമയേക്കാൾ ജീവിതവും അതിലെ നന്മകളുമായിരുന്നു തന്റെ കാര്യത്തിലും മറ്റുള്ളവരുടെ കാര്യത്തിലും പ്രേം നസീർ പ്രാധാന്യമായി കണ്ടത്. പക്ഷേ ഷാനവാസ് സിനിമയിലെത്തി. ആ രംഗത്ത് പിതാവിനെ പോലെ ശോഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിതാവിന്റെ പ്രതിച്ഛായയായി മലയാളികൾ അദ്ദേഹത്തെ ഓർക്കുക തന്നെ ചെയ്യും. കാരുണ്യവാനായ സർവശക്തൻ അദ്ദേഹത്തിന് അനുഗ്രഹം നൽകട്ടെ എന്നാണ് സമദാനിയുടെ വാക്കുകൾ.